ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ പ്രസന്റ് ടെൻസിലെ 4 ടെൻസുകളെക്കുറിച്ചാണ് വിശദീകരിച്ചിരുന്നത്. ഈ വീഡിയോയിൽ പാസ്റ്റ് ടെൻസിലെയും ഫ്യൂച്ചർ ടെൻസിലെയും സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകൾ എങ്ങനെ നിർമ്മിക്കുന്നുവെന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നു. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആയിരുന്നു ഹീ ഗോസ് ടു ദ മ്യൂസിയം. അതേ സെൻറ്റൻസിനെ ആണ് പാസ്റ്റ് ടെൻസിലെയും ഫ്യൂച്ചർ ടെൻസിലെയും പല ടെൻസുകളാക്കി മാറ്റുന്നത്. ഇതെങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി പാസ്റ്റ് ടെൻസ്. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് ചേർത്താൽ സിമ്പിൾ പാസ്റ്റ് ആവും. അപ്പോൾ ഹീ വെന്റ് ടു ദ മ്യൂസിയം ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, റെഗുലർ വെർബുകൾക്ക് ED ചേർത്താണ് പാസ്റ്റ് ഫോം ഉണ്ടാക്കുന്നത്. ഇറഗുലർ വെർബുകൾക്ക് തനതായ പാസ്റ്റ് ഫോം ഉണ്ട്. രണ്ടാമത്തെ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് നിർമ്മിക്കുന്നതിന് വോസോ വേറിൻ്റെയോ കൂടെ ING ഫോം ഓഫ് ദ വെർബ് ചേർക്കണം. അപ്പോൾ ഈ സെൻറ്റൻസ് ഹി വാസ് ഗോയിങ് ടു ദ മ്യൂസിയം എന്നാവും. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നിർമ്മിക്കുന്നത് ഹാഡ് പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർത്താണ്. അപ്പോൾ ഇവിടെ ഈ ഹാഡ് ഗോൺ ടു ദ മ്യൂസിയം എന്നാവും. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇത് നിർമ്മിക്കുന്നത് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് ചേർത്താണ്. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് ഈ ഹാഡ് ബീൻ ഗോയിങ് ടു ദ മ്യൂസിയം എന്നാവും. ഇപ്പോൾ പ്രസന്റ് ടെൻസിലെ 4 ടെൻസുകളും ഉണ്ടാക്കി. ഇനി ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെ എന്ന് നോക്കാം. സെയിം സെൻറ്റൻസിൻ്റെ ഫ്യൂച്ചർ സിമ്പിൾ ഹി വിൽ ഗോ ടു ദ മ്യൂസിയം എന്നാണ്. വില്ലും ബേസ് ഫോം ഓഫ് ദ വെർബും ചേർത്താൽ സിമ്പിൾ ഫ്യൂച്ചർ കിട്ടും. അടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അത് നിർമ്മിക്കുന്നതിന് സബ്ജക്റ്റിൻ്റെ കൂടെ വിൽ ബി പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് ചേർത്താൽ മതി. അപ്പോൾ ഹി വിൽ ബി ഗോയിങ് ടു ദ മ്യൂസിയം എന്നാവും ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇവ നിർമ്മിക്കുന്നതിന് സബ്ജക്റ്റിൻ്റെ കൂടെ വിൽ ഹാവും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബും ചേർത്താൽ മതി. അപ്പോൾ ഹി വിൽ ഹാവ് ഗോൺ ടു ദ മ്യൂസിയം എന്ന് നമുക്ക് കിട്ടും. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇത് നിർമ്മിക്കുന്നത് വിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ദ വെർബ് ചേർത്താണ്. അപ്പോൾ ഹി വിൽ ഹാവ് ബീൻ ഗോയിങ് ടു ദ മ്യൂസിയം എന്ന് കിട്ടും. ഹി ഗോസ് ടു മ്യൂസിയം എന്ന പ്രസന്റ് ടെൻസിലെ സെൻറ്റൻസിനെ പാസ്റ്റ് ടെൻസിലാക്കുമ്പോൾ ഹി വെന്റ് ടു ദ മ്യൂസിയം എന്ന് സിമ്പിൾ പാസ്റ്റിലും ഹി വാസ് ഗോയിങ് ടു ദ മ്യൂസിയം എന്ന് പാസ്റ്റ് കണ്ടിന്യൂസിലും ഹി ഹാഡ് ഗോൺ ടു ദ മ്യൂസിയം എന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും ഹി ഹാഡ് ബീൻ ഗോയിങ് ടു ദ മ്യൂസിയം എന്ന് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ആകുന്നു. അതേപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഹി വിൽ ഗോ ടു ദ മ്യൂസിയം എന്നത് സിമ്പിൾ ഫ്യൂച്ചറിലും ഹി വിൽ ബി ഗോയിങ് ടു ദ മ്യൂസിയം എന്ന് ഫ്യൂച്ചർ കണ്ടിന്യൂസിലും ഹി വിൽ ഹാവ് ഗോൺ ടു ദ മ്യൂസിയം എന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റിലും ഹി വിൽ ഹാവ് ബീൻ ഗോയിങ് ടു ദ മ്യൂസിയം എന്ന് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ആകുന്നു. ഓരോ ടെൻസിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ ടെൻസുകൾ ഈസിയായി പഠിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.